ഹലോ ഗായ്സ്, നമ്മളിന്ന് ഫിലിപ്പ് ഐലൻഡ് കാണാനാണ് പോകുന്നത്. ഫിലിപ്പ് ഐലൻഡ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓസ്ട്രേലിയയിലെ വളരെ പ്രമുഖമായ വളരെയധികം കാഴ്ചകളുള്ള ഫിലിപ്പ് ഐലൻഡിനെ പറ്റി ചെറിയ ഒരു വിവരണം നൽകുന്നതിന് പമ്പുവിലേക്ക് മൈക്ക് കൈമാറുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ മനോഹരമായ M1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിലിപ്പ് ഐലൻഡിലേക്ക്. ഫിലിപ്പ് ഐലൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ഒരു സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന ഒരു പാച്ച് ഓഫ് ഐലൻഡ്സ് ആണ്. ഈ ഫിലിപ്പ് ഐലൻഡിന്റെ അപ്പുറത്തൊക്കെ തന്നെയായിട്ട് കുറച്ച് ചെറിയ ചെറിയ വേറെ ഐലൻഡ്സ് ഉണ്ട്. ഫിലിപ്പ് ഐലൻഡിൽ നമ്മൾ പോകുന്നത് മെയിൻലി അവിടെ ഒരു പെൻഗ്വിൻ പരേഡ് ഉണ്ട്. അതായത് കടലിലും ഇവിടെയൊക്കെ ഹണ്ടിങ്ങിനും ഫുഡ് ശേഖരിക്കാനൊക്കെ പോയി തിരിച്ചു വരുന്ന പെൻഗ്വിൻസ് ഇങ്ങനെ വന്ന് ബീച്ചിൽ ഇങ്ങനെ കയറി പയ്യെ ഇങ്ങനെ നടന്ന് അവരുടെ കൂടുകളിലേക്ക് പോകും. അപ്പൊ അത് ഭയങ്കര വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. നമ്മളത് കാണാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കോവാള കൺസർവേഷൻ റിസർവ് ഉണ്ട്, ഒരു ചെറിയൊരു റെയിൻ ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് സ്ഥലം. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് ഈ കോവാള ബേഴ്സ്, വൈൽഡ് കോവാള ബേഴ്സ് ഇങ്ങനെ മരത്തിലും യൂക്കാലിപ്റ്റസ് ഇതിലേക്ക് ഇരിക്കണം നമുക്ക് കാണാം. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിലിപ്പ് ഐലൻഡിലേക്ക്. കൂടാതെ അവിടെ ഫിലിപ്പ് ഐലൻഡിന്റെ തൊട്ടടുത്ത് തന്നെ വേറെ കുറെ ചെറിയ ചെറിയ ഐലൻഡ്സ് ഉണ്ട്. അതിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഒരു ചർച്ചിൽ ഐലൻഡ്സ് എന്ന് പറഞ്ഞൊരു ചെറിയ ഐലൻഡ്. അവിടെ കുറെ റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് ഷീപ്പ് ഷിയറിംഗ് ഉണ്ട്, കാങ്കറൂസ്, വോളബീസ്, അങ്ങനത്തെ സാധനത്തിൽ നമുക്ക് ഫീഡ് ചെയ്യാം. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിലൊക്കെ വേണമെങ്കിൽ പങ്കുചേരാം, നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വേറെന്താ, കൂടാതെ ഫിലിപ്പ് ഐലൻഡ് ഒരു ഐലൻഡ് ആയതുകൊണ്ട് ചുറ്റും ഫുൾ ഓഷ്യൻസ് എല്ലാമാണ്. അപ്പൊ അതിന് ചുറ്റും കുറെ ലുക്ക് ഔട്ട്സുകൾ, നല്ല നല്ല വ്യൂ പോയിന്റ്സ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കണ്ട് നമ്മുടെ ദിവസം ആനന്ദകരമാക്കാൻ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലെഫ്റ്റിൽ മെൽബൺ ടണൽ, വെസ്റ്റ് ഗേറ്റ് ടണൽ പ്രൊജക്ടിന്റെ വലിയൊരു സ്ട്രക്ചർ നമുക്ക് കാണാം. നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങ് വിദൂരതയിൽ നമുക്ക് മെൽബൺ സിറ്റി കാണാം. ഇവിടെ ഇപ്പൊ കുറച്ച് റോഡ് വർക്ക്സ് കാര്യങ്ങളൊക്കെ നടക്കണം. കാരണം കുറച്ച് റോഡൊക്കെ അടച്ചിട്ടേക്കാണ്. പക്ഷെ നമ്മളതെല്ലാം താണ്ടി ഫിലിപ്പ് ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. നമ്മള് മെൽബൺ സിറ്റിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു നിസാൻ 370Z കാണാം ഗായ്സ്. നല്ലൊരു വണ്ടി. കുറച്ചു കാലം മുമ്പ് പഠിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു. നല്ല സൂപ്പർ പവറുള്ള നല്ല സൂപ്പർ ഒരു വണ്ടിയാണ്. നമ്മളതിനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഫിലിപ്പ് ഐലൻഡിലേക്കുള്ള യാത്ര തുടരുന്നു. നമ്മൾ ഇന്ന് സിറ്റി വഴി പോകാണ്ട് നമ്മൾ മെൽബൺ ടണലല്ലോ ടോളൊക്കെ എടുത്ത് ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ട് അവിടെ. ബേൺലി ടണൽ എന്നാണ് ഈ ടണലിന്റെ പേര്. ടണൽ വഴിയാണ് നമ്മൾ പോണത്. ഈ ടണലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ 80 km/h ആണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ മിക്ക സമയങ്ങളിലും ടണലിന്റെ ഉള്ളിൽ നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല, കറക്റ്റ് സ്പീഡ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനാണ് ലെഫ്റ്റ് സൈഡിൽ ഒരു പച്ച കളർ സാധനം ഇങ്ങനെ പോകണം. ആ പച്ച കളർ സാധനം ഇങ്ങനെ പോണത് 80 km/h സ്പീഡിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് അതുമായിട്ട് ഒന്ന് സിങ്ക് ചെയ്ത് അങ്ങ് പോയാൽ നമ്മൾ ഓവർ സ്പീഡ് ആവില്ല, ക്യാമറ ഫൈൻ അടിക്കില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പതുക്കെയാണ് പോകണമെങ്കിൽ ആ പച്ച കളർ സാധനം നമ്മൾ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പതുക്കെയാണ് പോകണം. ഇപ്പോൾ നമ്മൾ സ്പീഡിലാണ് പോകണമെങ്കിൽ നമ്മൾ ആ പച്ച കളർ സാധനത്തിന് ഓവർടേക്ക് ചെയ്യും. അതിനർത്ഥം നമ്മൾ ഓവർ സ്പീഡിങ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു പച്ച കളറുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു സ്പീഡിൽ ഇങ്ങനെ സിങ്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കൃത്യമായ സ്പീഡ് ലിമിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിലിപ്പ് ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് റോഡിന് ഇരുവശത്തും. നല്ല പച്ചപ്പും ഹരിതാപയും. ഫാമുകളാണ് റോഡിന് ഇരുവശത്തും. നിറയെ പശുക്കൾ, പശു ഫാമുകളാണ് കൂടുതലും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് റോഡുകളും. 100ന്റെ സോണിലാണ് ഇപ്പൊ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മലയുടെ താഴ്വാരത്ത് കൂടി നമ്മൾ ഏകദേശം
15 മിനിറ്റ് കൂടി യാത്ര ചെയ്താൽ ഫിലിപ്പ് ഐലൻഡിൽ എത്തിച്ചേരും എന്നാണ് മാപ്പ് പറയുന്നത്. എന്തായാലും ഫിലിപ്പ് ഐലൻഡിലെ കാഴ്ചകൾ കാണാൻ ഞങ്ങളെല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നു. നമുക്കുടനെ ഫിലിപ്പ് ഐലൻഡിലെ കാഴ്ചകൾ കാണാം. കടല്, താഴ്വാരം, പശുക്കൾ. കൂടെ ഓസ്ട്രേലിയൻ മഴയും. ആഹാ, എന്താ വൈബ്! ഫിലിപ്പ് ഐലൻഡിലേക്ക് ചെല്ലുന്തോറും ധാരാളം റിസോർട്ടുകളും നല്ല ഭംഗിയുള്ള വീടുകളും ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ലാൻഡ്, അതാണ് ഈ റിസോർട്ടിന്റെ പേര്. മോയിൽ നിന്നും വിൽസൺസ് പ്രോമിലേക്ക് പോകാനായി നമ്മളൊരു ബ്രിഡ്ജ് കടക്കണം. ഒരു 1 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു ബ്രിഡ്ജിലേക്ക്. യെസ്, നമുക്ക് ദൂരെ ആ ബ്രിഡ്ജ് കാണാം. അതിമനോഹരമായ ബ്രിഡ്ജ് കടന്നാണ് നമ്മൾ ഫിലിപ്പ് ഐലൻഡിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ഏകദേശം ബ്രിഡ്ജിന്റെ മുകളിലെത്തി. ബ്രിഡ്ജിന് ഇരുവശവും സമുദ്രം, പസഫിക് ഓഷ്യനാണ് എന്നാണ് തോന്നുന്നതല്ല, പസഫിക് ഓഷ്യനാണ്. പസഫിക് ഓഷ്യന്റെ ഏതാനും ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓസ്ട്രേലിയ ഈ മഹാസമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് ആണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ഏതാനും ചില ഭാഗങ്ങളായ ഫിലിപ്പ് ഐലൻഡാണ് നമ്മളിപ്പോൾ സന്ദർശിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഫിലിപ്പ് ഐലൻഡ് ചോക്ലേറ്റ് ഫാക്ടറി കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസം സന്ദർശിച്ച യാറ വാലി ചോക്ലേറ്റ് പോലെ തന്നെ ഫിലിപ്പ് ഐലൻഡിലുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിലിപ്പ് ഐലൻഡിലെ അനേകം ബീച്ചുകളിൽ പെട്ട ഒരു ബീച്ചിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ബീച്ചിന്റെ പേരാണ് കേപ്പ് വൂളമായി ബീച്ച്. ഈ കേപ്പ് വൂളമായി ബീച്ചിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ വാഹനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ബീച്ചിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കുട്ടികൾ കളിക്കുന്നു. വെള്ളത്തിൽ കിടക്കുന്ന കുറേ ബോട്ടുകളെ നമുക്ക് കാണാം. പട്ടികളും അവിടെ വളർത്തു മൃഗങ്ങളും ഒക്കെ ആയിട്ട് വന്ന ആളുകൾ കളിക്കുന്ന കാഴ്ചകൾ കാണാം. ഇവിടെ ഇവർ സെയിലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബോട്ടുകൾ കിടപ്പുണ്ട്. ഇന്ന് ഒരു പബ്ലിക് ഹോളിഡേ ആണ് ഓസ്ട്രേലിയയിൽ. പക്ഷേ അതിൻ്റെ ഒരു തിരക്ക് ഈ ബീച്ചിലേക്ക് എന്തായാലും എത്തിയിട്ടില്ല. വേറെ ഏതെങ്കിലും ബീച്ചുകളിലൊക്കെ ആയിരിക്കാം തിരക്കുകളെന്ന് തോന്നുന്നു.
ഫിലിപ്പൈനിലെ പ്രശസ്തമായ കോല കൺസർവേഷൻ സെൻറ്ററിനകത്ത് ആണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. അത് ഫിലിപ്പൈൻ്റെ ഐലൻഡ് മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ രാവിലെയുള്ള ഡ്രൈവ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി എൻട്രി ഫീസൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഓൺലൈനായിട്ട് ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കോല കൺസർവേഷനിലെല്ലാം കയറുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ഇതാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന പൈസ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇതിൻ്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അകത്തേക്ക് പോകാം. You are very beautiful. Thank you. നമ്മുടെ ടിക്കറ്റൊക്കെ ഓൾറെഡി ഓൺലൈൻ എടുത്തിരുന്നു. ആ ടിക്കറ്റൊക്കെ അവിടെ സ്കാൻ ചെയ്ത് നമ്മുടെ എൻട്രിയൊക്കെ ഉറപ്പ് വരുത്തും. അത് നമുക്ക് ഓൾറെഡി എടുത്തുകൊള്ളാൻ പറയും. അപ്പോൾ നമ്മുടെ കൗണ്ടറിൽ നിന്ന് മനോഹരമായ സുന്ദരനായ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ നമ്മുടെ ഗൈഡ് എടുക്കുന്നതുകൊണ്ട് നമ്മളടുത്ത് ഏത് വഴിയാണ് എടുക്കുന്നതൊക്കെ ചോദിച്ചു. ഇതാണ് ഇവിടെ ഇതെല്ലാം വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് വിറ്റ് കിട്ടുന്ന പൈസ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. കുറേ The seat station is currently closed. Okay. But if you take the path to the right, you have 2 elevated boardwalks. Okay. The Willam Boardwalk 5 koalas, the Koala Boardwalk 4 koalas. Okay. In both, you have to look everywhere because they go wherever they want. Oh, yeah. Now, walk between the two. You have 2 aviaries, the rooster and crawlers. This is a ground-dwelling bird that can extinct on foxes. We eradicated the foxes. Now it's an endangered species. We're breeding in different parts of Victoria. Now, the blue gum has 3 young koalas, so there's signs for each of them to pick up. And the woodland walk has 3 wild koalas that will be anywhere in that area. You have wallabies, echidnas, and lots of native wild birds coming in and out. So with all of them, we ask, look, don't touch. They are wild and will scratch and bite. Okay? So, അത് ഓസ്ട്രേലിയയുടെ ഒരു കാങ്കറൂസ് പോലെ തന്നെയുള്ള ഒരു ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരു മൃഗമാണ് ഈ കോലാസ്. ഇത് യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റ് ആണ്. ഈ കോലാസ് കൂടുതലും കാണപ്പെടുന്നത് യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റിലാണ്. ഈ യൂക്കാലിപ്റ്റസിൻ്റെ ഇലയൊക്കെയാണ് കോലാസ് കൂടുതലായിട്ടും കഴിക്കുന്നത്. വൈൽഡ് കോലാസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ വളർത്തി മെരുക്കിയ കോലാസ് അല്ല, വൈൽഡാണ്. അപ്പോൾ ഇവർ ഈ മരത്തിൽ ഈ യൂക്കാലിപ്റ്റസ് മരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ സാധനം ഉണ്ടാവും, കോല ഉണ്ടാവും. അത് കാങ്കറൂസിനെ പോലെ തന്നെ അതിൻ്റെ കുഞ്ഞിനെ അതിൻ്റെ സഞ്ചിയിലൊക്കെ ഇട്ട് സൂക്ഷിക്കുന്ന ഒരു മൃഗമാണ്. കാങ്കറൂസും അങ്ങനെ തന്നെയാണ്. കുഞ്ഞിനെ ബേബീസിനെ അതിൻ്റെ സഞ്ചിയിലാണ് യൂസ് ചെയ്യുന്നത്, അത് സൂക്ഷിക്കുന്നത്. അതുപോലെ ഇനി നമ്മൾ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാങ്കറൂസിനെയും കാണാം, കോലാസിനെയും കാണാം, മറ്റ് അനിമൽസൊക്കെ ഉണ്ടെന്നാണ് അവിടെ നിന്ന് നമ്മുടെ കൗണ്ടറിൽ ഇരുന്ന സുന്ദരനായ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് നോക്കാം. കോലാസ് സാധാരണ യൂക്കാലിപ്റ്റസ് മരത്തിലാണ് കാണുന്നത്. കാരണം നോക്കൂ, ആ യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ കോല ഇരിക്കുന്നുണ്ട്. അതിനൊന്ന് സൂം ചെയ്ത് കാണിക്കാൻ പറ്റും. അവിടെ ഇരിക്കുന്നുണ്ട്. അത് മൂവ് അത് എന്തൊക്കെയോ അതിൻ്റെ ഇലയൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ വലിയ ക്യാമറയിൽ അതിനെടുത്തിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാം. അത് അനങ്ങളുണ്ട്, അനങ്ങളെ കാണാൻ പറ്റും. പക്ഷേ അത് ഈ ക്യാമറയിൽ ഇത്രയാണ് സൂമുള്ളൂ. നമ്മൾ കോലാസിനെ കാണാൻ പോവുകയാണ്. ഈ ഡോറ് തുറന്ന്, ഇത് ഡബിൾ പ്രൊട്ടക്ഷനുള്ള ഡോറാണ്. ഫസ്റ്റ് ഡോറ് തുറന്ന് ആ ഡോർ അടച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഡോറ് നമുക്ക് തുറക്കാൻ പാടും. ഇവിടെ കോലാസ് ഉണ്ട്. പമ്പ് ഇവിടെ നിന്ന് നമ്മളെ വളരെ ധൃതി വെച്ച് വിളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ദേനായിരിക്കുന്ന സാധനം മോനെ ഉറക്കമാണ്. ഉറക്കമാണോ ഇവര് 20 മണിക്കൂറോളം ഉറക്കമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവർ 20 മണിക്കൂർ ഉറങ്ങണത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ ഈ യൂക്കാലിപ്റ്റസിൻ്റെ ഇലയും തൊലിയും
ശിഖരങ്ങളും ഒക്കെയാണ് ഭക്ഷണമായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫീമെയിൽ കോല, ഫീമെയിൽ അപ്പോൾ കോലയാണ്. അവർക്ക് ഒരുപാട് ന്യൂട്രിയൻസ് ഒന്നും ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയവും അവർ ഉറങ്ങും. അധിക സമയം ആക്റ്റീവായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസൊന്നും ഈ പറഞ്ഞ യൂക്കാലിപ്റ്റസിൻ്റെ ഇലയിൽ നിന്ന് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർ കൂടുതൽ സമയവും ഉറക്കത്തിലായിരിക്കും. എല്ലാവർക്കും ടാഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെവിയിൽ ടാഗുണ്ട്. ഇവൻ ഉറക്കം കഴിഞ്ഞിരിക്കുന്ന ഒരു കോയിലാണ്. ഏകദേശം കങ്കാരുടെ ഒരു വിഭാഗത്തിൽ തന്നെയാണ് ഇദ്ദേഹവും പെടുന്നത്. അവൻ ചാടുന്നു, ഓടുന്നു, കീറുന്നു. അദ്ദേഹവും ഒരു ലഘു മയക്കത്തിലാണ്. മയക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഭാഗമാണ് കാണുന്നത്. ഉറങ്ങട്ടെ. അന്ന് നമ്മൾ മൂന്നാർ പോയപ്പോൾ ഞാനും ഇവിടെ ഒരു സുന്ദരക്കുട്ടൻ ഇരുന്ന് ഉറങ്ങണുണ്ട്. അവന് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള കളറല്ല. അവിടെ ഒരു ബ്ലാക്കിഷ് കളറായിരുന്നെങ്കിൽ ഇതിനൊരു ബ്രൗണിഷ് കളറാണ്. അദ്ദേഹം തല പൊക്കി നോക്കിയാൽ അതിൻ്റെ മുഖം ഒന്ന് കാണാമായിരുന്നു. പക്ഷേ എണിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഒരു കങ്കാരു കുട്ടനെ ഇത്ര തൊട്ടടുത്ത് മാറിയൊന്ന് ഇച്ചിരി മുമ്പ് എനിക്കൊന്ന് അപ്പം അങ്ങനെ കോല കൺസർവേഷൻ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. കുറേ വയറ് നിറച്ച് കോലയെ കണ്ടു. ഹലോ ഗൈസ്, നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിലൊട്ടിക്കാൻ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ വേറെ എവിടെ ഒട്ടിക്കാൻ ഒരു അയൺ ഓൺ പാച്ചും മേടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ദ മെമ്മറി ഓഫ് കോല കൺസർവേഷൻ റിസർവ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ. റോഡരികിലുള്ള എല്ലാ മരങ്ങളും ഇവിടുത്തെ സർക്കാർ വച്ച് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങൾ തന്നെയാണ്. അവരത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിനെ പരിപോഷിപ്പിച്ച് ഇത് ഈ രീതിയിൽ അവരുടെ രാജ്യം ഇത്രയും മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പശു ഫാമിലെ പശുക്കൾ മേഞ്ഞ് നടക്കുന്നു. റോഡരികിലുള്ള ഒരു ജാതി കിളി എന്ത് പാത്ത പോലെ ഇരിപ്പുണ്ട്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് ബ്യൂട്ടിഫുൾ, എന്തോ ഒരു വൈൽഡ് ബേർഡാണ്, വളർത്തണമൊന്നുമല്ല. ഈ വ്യൂ പോയിന്റിൻ്റെ പേരെന്താ? ഫിലിപ്പ് ഐലൻഡിലെ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണിത്. റൈറ്റ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. റൈറ്റ് പോയിന്റിൻ്റെ ഏതാണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് വേണം പറയാൻ.
കറുത്ത ഒരുതരം പാറക്കല്ല് ആണ് ഈ കടൽ തീരത്ത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ലെവലിൻ്റെ തൊട്ട് താഴെ നമ്മൾ കാണുന്ന ഒരു പാറയാണിത്. അത് ചുവന്ന കളറാണ്. ഈ ചുവന്ന കളറിൻ്റെ മുകളിലാണ് കറുത്ത കളറിലുള്ള പാറ. എന്താണ് ഈ പ്രതിഭാസം എന്ന് അറിയാൻ പാടില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ കടലിലേക്ക് ഇറങ്ങി വന്ന വഴിയാണ് കാണുന്നത്. വളരെ മനോഹരം. ഇങ്ങനെ കങ്കാരു വണ്ടിയുടെ വട്ടം ചാടും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു കങ്കാരു നമ്മുടെ വണ്ടിക്ക് വട്ടം ചാടാനായിട്ട്. അവൻ പക്ഷെ തിരിച്ചോടി. ഫിലിപ്സ് ഐലൻഡിലെ ഏറ്റവും എൻഡിൽ എന്ന് പറയാവുന്ന ഒരു പ്രദേശത്തുള്ള നോബീസ് ഓഷ്യൻ ഡിസ്കവറി സെൻറ്റർ ബിൽഡിംഗാണ് ഈ കാണുന്നത്. നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് നോബീസ് ഓഷ്യൻ ഡിസ്കവറി സെൻറ്ററിലേക്ക് തിരിച്ചു വരാം. നോബീസ് ഓഷ്യൻ ഡിസ്കവറി സെൻറ്ററിൽ നിന്ന് നമുക്കിതുപോലെ കടലിൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ട്. ധാരാളം ആളുകൾ അതിലേ നടന്നുപോയി ഇങ്ങനെ വഴികളുണ്ടാക്കി കടലിൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോകുന്നതിനുള്ള ഒരു പാത ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട് രണ്ട് കളറിലുള്ള വെള്ളം, ഒന്ന് ബ്ലാക്ക് കളറും ഒന്ന് ഗ്രീൻ കളറും മിക്സ് ചെയ്തിട്ട് വന്ന് തിരയടിക്കുന്ന പോലെയുള്ളത്. താഴെ മിക്കവാറും ബ്ലാക്ക് കളർ റോക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടിട്ടായിരിക്കും കുറേ ഏരിയയിൽ ബ്ലാക്ക് കളർ ഫീൽ ചെയ്യുന്നത്. കൂടുതൽ ആഴമുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് ഗ്രീൻ കളർ വരുന്നത്. റോഡിൽ നിൽക്കണ ഒരു കങ്കാരു കുട്ടൻ എന്ന് പറഞ്ഞാൽ വാലബി കങ്കാരു കുഞ്ഞാണ്. കുഞ്ഞ് നമ്മുടെ ക്യാമറയിൽ പെട്ടു. ബാടാ മോനെ, കമോണ്ടറാ ബാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാൻ കൂടെ കാരണം. ഓക്കെ, ചക്കരമുത്ത് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാണെങ്കിൽ നിനക്കൊരു സാധനം തരാം. വാ, ഓടിയാ ബാ. ബാടമുത്ത് ബാട ചക്കരമുത്ത്. ഓ, പോകാനല്ല വരാനല്ലേ പറഞ്ഞേ. പ്രശസ്തമായ ഫിലിപ്പ് ഐലൻഡിലെ വളരെ പ്രശസ്തമായ പെൻഗ്വിൻ പരേഡ് കാണാനാണ് നമ്മളിപ്പോൾ ഈ വൈകിയ വേളയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സൺസെറ്റ് കഴിയുമ്പോഴേക്കും മീൻ പിടിക്കാനൊക്കെ പോയ നമ്മുടെ പെൻഗ്വിൻ കുട്ടന്മാർ തിരിച്ച് വരും. തിരിച്ച് ഒരു ഷോറിൽ വന്ന് ഈ കങ്കാരു കുട്ടൻ ഇരുന്ന് തിന്നണതിൻ്റെ മുകളിലുള്ള ആ കാണുന്ന തുളകളിലാണ് അവർ രാത്രി താമസിക്കുന്നത്. പെൻഗ്വിൻസ് ആ തുളകളിൽ താമസിക്കാൻ വേണ്ടി ഇപ്പോൾ കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുള്ള പെൻഗ്വിൻസ് രാത്രി കയറി വരും. അതൊരു ഭയങ്കര പരേഡ് പോലെയാണ് അവർ വരിക. പരേഡ് പോലെയാണ് വരുന്നത്. അപ്പോൾ അതിനാണ് പെൻഗ്വിൻ പരേഡ് എന്ന് പറഞ്ഞത്. അത് കാണാൻ വേണ്ടി അപാലവൃദ്ധം ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് ഈ തീരത്തേക്ക് വന്നിട്ടുണ്ട്, ഈ ബീച്ചിൽ വന്നിട്ടുണ്ട്. ആ ബീച്ചിലേക്ക് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 6 മണിക്കാണ് എക്സ്പെക്റ്റഡ് അറൈവൽ ഓഫ് പെൻഗ്വിൻസ്. നമുക്ക് ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. 6 മണിയൊക്കെ ആകുമ്പോൾ അവർ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന് അവരുടെ കൂട്ടിൽ കയറുന്ന സീൻ നമുക്കൊന്ന് കാണണം. വീടാണ് ഈ കാണുന്നത്. കണക്കുകൾ പ്രകാരം ഇന്നലെ ഏകദേശം 1200ഓളം പെൻഗ്വിൻസ് വന്നു എന്നാണ് പറയുന്നത്. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം സെയിം നമ്പർ ഓഫ് പെൻഗ്വിൻസ് നമുക്ക് ഇന്നും പ്രതീക്ഷിക്കാം. കൂടാതെ ഇവരുടെ കണക്കൂട്ടൽ പ്രകാരം ഇന്നൊരു 6:11 പെൻഗ്വിൻസ് എല്ലാം വരും എന്ന് പറയണത്. നേരത്തെ നമ്മൾ കണ്ട ആ ഹോൾസ് കൂടാതെ അവർക്ക് താമസിക്കുന്നതിന് ഇവിടെ
വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീടുകൾ പണിത് വെച്ചിട്ടുണ്ട്. ഈ വീടുകളുടെ ഉള്ളിലും അവർ രാത്രി അവരുടെ ഹണ്ടിങ് കഴിഞ്ഞ് വന്ന് താമസിക്കും. ഈ വെള്ളത്തിൽ നിന്നാണ് പെൻഗ്വിൻ കയറി വരുന്നത്. പെൻഗ്വിൻ കയറി വന്ന് ഈ സൈഡ് വഴി ഇതിൽ അവർ മുകളിലേക്ക് കയറി പോകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് കാണാനാണ് ഈ ആളുകൾ മുഴുവൻ. ഈ മുകളിൽ കാണുന്ന സീറ്റുകളിലെല്ലാം ഇനി ആളുകൾ വന്ന് നിറയും. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് സൺസെറ്റ്. ആ സൺസെറ്റിൻ്റെ സമയം ആയതിനു ശേഷം മാത്രമേ പെൻഗ്വിൻസ് ഇങ്ങോട്ട് വരികയുള്ളൂ. ഇതുപോലെ തന്നെ അപ്പുറത്തും കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തിന് ശേഷം പെൻഗ്വിൻ വരുന്ന സമയമായാൽ പിന്നെ ഫോണോ ക്യാമറയോ ഒന്നും ഉപയോഗിക്കാൻ ഒരു സമ്മതിക്കില്ല. ഇതിൻ്റെ ഫ്ലാഷ് അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലൂ ലൈറ്റ് എല്ലാം പെൻഗ്വിനിൻ്റെ കണ്ണിന് ഭയങ്കര കുഴപ്പമുണ്ടാക്കും. അത് ഡാമേജ് സംഭവിക്കുന്നത് കൊണ്ട് അവർ ആ സമയത്ത് ക്യാമറാസ് ഉപയോഗിക്കാനായിട്ട് നമ്മളെ അനുവദിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. ഇപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് പെൻഗ്വിൻ 6 മണിക്ക് ശേഷം അവർക്ക് അവരുടെ ഒരു ബയോളജിക്കൽ ടൈമുണ്ട്. ആ സമയത്തിന് ശേഷം അവർ കയറി വരും. കയറി വന്ന് ഈ വഴിയിൽ കൂടെ ഈ 2 ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരിക്കുന്നതിൻ്റെ നടുക്കിലുള്ള വഴിയിൽ കൂടെ നേരെ മുകളിലേക്ക് കയറിപ്പോവും. പിന്നെ ഇത് കൂടാതെ അപ്പുറത്തെ സൈഡിൽ അതിലേയും ഇവർ പരേഡ് ചെയ്ത് കയറിപ്പോകും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പെൻഗ്വിൻ പോകുന്ന വീഡിയോസ് എടുക്കാൻ സാധിച്ചാൽ ആ സമയത്ത് എടുക്കാം. ഇല്ലെങ്കിൽ ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വരും.